വിലാപങ്ങൾ 1-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അയ്യോ, ജനപൂർണയായിരുന്ന നഗരം ഏകാന്തതയായിരിക്കുന്നതെങ്ങനെ? ജാതികളിൽ മഹിതിയായിരുന്നവൾ വിധവയെപ്പോലെ ആയതെങ്ങനെ? സംസ്ഥാനങ്ങളുടെ നായികയായിരുന്നവൾ ഊഴിവേലക്കാരത്തി ആയതെങ്ങനെ? രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവളുടെ കവിൾത്തടങ്ങളിൽ കണ്ണുനീർ കാണുന്നു. അവളുടെ സകല പ്രിയന്മാരിലും അവളെ ആശ്വസിപ്പാൻ ആരുമില്ല. അവളുടെ സ്നേഹിതന്മാരൊക്കെയും അവൾക്ക് ശത്രുക്കളായി ദ്രോഹം ചെയ്തിരിക്കുന്നു. കഷ്ടതയും കഠിനദാസ്യവും നിമിത്തം യഹൂദ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അവൾ ജാതികളുടെ ഇടയിൽ പാർക്കുന്നു, വിശ്രമം കണ്ടെത്തുന്നതുമില്ല. അവളെ പിന്തുടരുന്നവരൊക്കെയും ഇടുക്കുകളിൽ വെച്ച് അവളെ എത്തിപ്പിടിക്കുന്നു. ഉത്സവത്തിന് ആരും വരായക കൊണ്ട് സിയോനിലേക്കുള്ള വഴികൾ ദുഃഖിക്കുന്നു. അവളുടെ വാതിലുകളൊക്കെ ശൂന്യമായി, പുരോഹിതന്മാർ നെടുവീർപ്പിടുന്നു. അവളുടെ കന്യകമാർ ഖേദിക്കുന്നു, അവൾക്കും വ്യസനം പിടിച്ചിരിക്കുന്നു. അവളുടെ അതിക്രമ ബാഹുല്യ നിമിത്തം യഹോവ അവൾക്ക് സങ്കടം വരുത്തിയതിനാൽ അവളുടെ വൈരികൾക്ക് പ്രാധാന്യം ലഭിച്ച് അവളുടെ ശത്രുക്കൾ സുഖമായിരിക്കുന്നു. അവളുടെ കുഞ്ഞുങ്ങൾ വൈരിയുടെ മുമ്പായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. സിയോൻ പുത്രിയുടെ മഹത്വമൊക്കെയും അവളെ വിട്ടുപോയി. അവളുടെ പ്രഭുക്കന്മാർ മേച്ചിൽ കാണാത്ത മാനുകളെ പോലെയായി. പിന്തുടരുന്നതിന്റെ മുമ്പിൽ അവർ ശക്തിയില്ലാതെ നടക്കുന്നു. കഷ്ടാരിഷ്ടതകളുടെ കാലത്ത് യെരൂശലേം പണ്ടത്തെ മനോഹര വസ്തുക്കളെയൊക്കെയും ഓർക്കുന്നു. സഹായിപ്പാൻ ആരുമില്ലാതെ അവളുടെ ജനം വൈരിയുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ വൈരികൾ അവളെ നോക്കി അവളുടെ നാശത്തെക്കുറിച്ച് ചിരിച്ചു. യെരൂശലേം കഠിന പാപം ചെയ്തിരിക്കൊണ്ട് മലിനമായിരിക്കുന്നു. അവളെ ബഹുമാനിച്ചവരൊക്കെയും അവളുടെ നഗ്നത കണ്ടിട്ട് അവളെ നിന്ദിക്കുന്നു. അവളോ നെടുവീർപ്പിട്ടുകൊണ്ട് പിന്നോക്കം തിരിയുന്നു. അവളുടെ മലിനത ഉടുപ്പിന്റെ വിളിമ്പിൽ കാണുന്നു. അവൾ ഭാവി കാലം ഓർത്തില്ല. അവൾ അതിശയമാവണ്ണം വീണുപോയി. അവളെ ആശ്വസിപ്പാൻ ആരുമില്ല. യഹോവേ, ശത്രു വമ്പു പറയുന്നു, എന്റെ കഷ്ടം നോക്കണമേ. അവളുടെ സകല മനോഹര വസ്തുക്കളിന്മേലും വൈരി കൈവച്ചിരിക്കുന്നു. നിന്റെ സഭയിൽ പ്രവേശിക്കരുതെന്ന് നീ കൽപ്പിച്ച ജാതികൾ അവളുടെ വിശുദ്ധ മന്ദിരത്തിൽ കടന്നത് അവൾ കണ്ടുവല്ലോ. അവളുടെ സർവ്വജനവും നെടുവീർപ്പിട്ടുകൊണ്ട് ആഹാരം തിരയുന്നു. വിശപ്പടക്കുവാൻ ആഹാരത്തിന് വേണ്ടി അവർ തങ്ങളുടെ മനോഹര വസ്തുക്കളെ കൊടുത്തു കളയുന്നു. യഹോവേ, ഞാൻ നിന്ദിതയായിരിക്കുന്നത് കടാക്ഷിക്കണമേ. കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? യഹോവ തന്റെ ഉഗ്രകോപ ദിവസത്തിൽ ദുഃഖിപ്പിച്ചിരിക്കുന്ന എനിക്ക് അവൻ വരുത്തിയ വ്യസനം പോലെ ഒരു വ്യസനം ഉണ്ടോ എന്ന് നോക്കുവിൻ. ഉയരത്തിൽ നിന്ന് അവൻ എൻ്റെ അസ്ഥികളിൽ തീ അയച്ചിരിക്കുന്നു. അത് കടന്നു പിടിച്ചിരിക്കുന്നു. എൻ്റെ കാലിന് അവൻ വല വിരിച്ചു എന്നെ മടക്കിക്കളഞ്ഞു. അവൻ എന്നെ ശൂന്യവും നിത്യരോഹിണിയും ആക്കിയിരിക്കുന്നു. എൻ്റെ അതിക്രമങ്ങളുടെ മുഖം അവൻ സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു. അവ എൻ്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കുന്നു. അവ എൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു. എനിക്ക് എതിർത്ത് നിൽപ്പാൻ കഴിയാത്തവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ നടുവിലെ സകല ബലവാന്മാരെയും കർത്താവ് നിരസിച്ചു കളഞ്ഞു. എൻ്റെ വനക്കാരെ തകർത്ത് കളയേണ്ടേന് അവൻ എൻ്റെ നേരെ ഒരു ഉത്സവയോഗം വിളിച്ചുകൂട്ടി. യഹൂദാപുത്രിയായ കന്യകയെ കർത്താവ് ചക്കിലിട്ട് ചവിട്ടിക്കളഞ്ഞിരിക്കുന്നു. ഇത് നിമിത്തം ഞാൻ കരയുന്നു. എൻ്റെ കണ്ണുനീർ ഒഴുക്കുന്നു. എൻ്റെ പ്രാണ തണുപ്പിക്കേണ്ടെന്ന് ആശ്വാസപ്രദൻ എന്നോടകന്നിരിക്കുന്നു. ശത്രു പ്രബലനായിരിക്കാൽ എൻ്റെ മക്കൾ നശിച്ചിരിക്കുന്നു. സിയോൻ കൈമലർത്തുന്നു, അവളെ ആശ്വസിപ്പാൻ ആരുമില്ല. യഹോവ യാക്കോബിന് അവന്റെ ചുറ്റും വൈരികളെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. യെരൂശലേം അവരുടെ ഇടയിൽ മലിനയായിരിക്കുന്നു. യഹോവ നീതിമാൻ. ഞാൻ അവന്റെ കൽപ്പനയോട് മത്സരിച്ച് സകല ജാതികളുമായുള്ളവരെ കേൾക്കണമേ. എൻ്റെ വ്യസനം കാണണമേ. എൻ്റെ കന്യകമാര് യൗവനക്കാരും പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയന്മാരെ വിളിച്ചു, അവരോ എന്നെ ചതിച്ചു. എൻ്റെ പുരോഹിതന്മാരും മൂപ്പന്മാരും വിശപ്പടക്കേണ്ടേന് ആഹാരം തിരഞ്ഞു നടക്കുമ്പോൾ നഗരത്തിൽ വെച്ചു പ്രാണനെ വിട്ടു. യഹോവയെ നോക്കണമേ. ഞാൻ വിഷമത്തിലായി, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ കഠിനമായി മത്സരിക്കൊണ്ട് എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്നു.
പുറമേ വാൾ സന്തതിനാശം വരുത്തുന്നു, വീട്ടിലോ മരണം തന്നെ. ഞാൻ നെടുവീർപ്പിടുന്നത് അവർ കേട്ടു, എന്നെ ആശ്വസിപ്പാൻ ആരുമില്ല. എന്റെ ശത്രുക്കളൊക്കെയും എന്റെ അനർത്ഥം കേട്ടു. നീ അത് വരുത്തിയത് കൊണ്ട് സന്തോഷിക്കുന്നു. നീ കൽപ്പിച്ച ദിവസം നീ വരുത്തും, അന്ന് അവരും എന്നെ പോലെയാകും. അവരുടെ ദുഷ്ടതയൊക്കെയും തിരുമുമ്പിൽ വരട്ടെ. എന്റെ സകല അതിക്രമങ്ങൾ നിമിത്തം നീ എന്നോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ. എന്റെ നെടുവീർപ്പ് വളരെയല്ലോ, എന്റെ ഹൃദയം രോഗാർത്ഥമായിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.